ആലപ്പുഴ കളക്ടറേറ്റിൽ മന്ത്രി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ മഴക്കെടുതി അവലോകന യോഗം ചേർന്നു. വെള്ളക്കെട്ടുകൾ നീക്കാൻ അടിയന്തര നടപടിയെന്ന് മന്ത്രി പറഞ്ഞു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി കൃഷിമന്ത്രി പി പ്രസാദ് യോഗത്തിൽ അറിയിച്ചു. വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ കണ്ടെത്തിയ ഇടങ്ങളിൽ ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് പ്രശ്നം പരിഹരിക്കും. ഗ്രാവൽ, എംസാൻഡ് എന്നിവയിട്ട് കുഴികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മൂടും. ജില്ലയിലെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ MLA-മാരായ യു പ്രതിഭ, MS അരുൺകുമാർ, രമേശ് ചെന്നിത്തല, H സലാം, PP ചിത്തരഞ്ജൻ, ദിലീമ ജോജോ, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എന്നിവർ സംസാരിച്ചു. വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ യോഗം അവലോകനം ചെയ്തു. ദേശീയപാതയോരത്തെ സ്കൂളുകളിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെടുത്തുന്ന തരത്തിലും സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലും വിവിധ പ്രശ്നങ്ങൾ 35 സ്കൂളുകൾക്ക് മുന്നിലായി കണ്ടെത്തിയിട്ടുണ്ട്. സ്കൂൾ തുറപ്പിന് മുമ്പായി തന്നെ ഈ പ്രശ്നങ്ങൾ തീർക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സ്കൂളുകൾക്ക് മുമ്പിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യും എന്ന് പറഞ്ഞത് വളരെ വേഗത്തിൽ നീക്കം ചെയ്യണം. സ്കൂൾ ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ ഉന്നയിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സംസാരിച്ചിട്ടുണ്ട്. സ്റ്റേറ്റിൽ മൊത്തത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് മഴയുടെ കാര്യത്തെക്കുറിച്ച് പരിശോധന നടത്തിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞ കാര്യം കൂടി പരിഗണിച്ചായിരിക്കും തീരുമാനം എടുക്കുന്നത്. ഞാൻ വെള്ളക്കെട്ടിന്റെ കാര്യം പറഞ്ഞിരുന്നു. തോടുകളുടെ നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. ആ നീരൊഴുക്ക് സമയബന്ധിതമായി അതെല്ലാം പരിഹരിക്കണം. സമയബന്ധിതമായി പരിഹരിക്കണം എന്നുള്ളത് തീരുമാനത്തിന്റെ ഭാഗമായി വെക്കുന്ന ഒന്നായി മാത്രം കണക്കാക്കരുത്. ഇതിന്റെ അവലോകനം വീണ്ടും വിത്തിൻ ജസ്റ്റ് വീക്ക്, ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് അവലോകനം നടത്തുന്നത് അനിവാര്യമായിട്ട് വരികയാണ്. അതുകൊണ്ടാണ് AS കനാലിന്റെ കയ്യേറ്റത്തെ കുറിച്ച് പറഞ്ഞു, തടസ്സത്തെ കുറിച്ച് പറഞ്ഞു. വ്യാപകമായി നമ്മുടെ തോടുകൾ കൈകേറുന്നുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. ഇപ്പോഴത്തെ ഈ വെള്ളക്കെട്ട് ഉണ്ടായതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അനധികൃതമായ വയൽ നികത്തലും തോട് കയ്യേറ്റവും നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയതും തോട് നികത്തിയതും എല്ലാമാണ്. അമ്പലപ്പുഴ തെക്ക് മെഡിക്കൽ കോളേജിന് സമീപം കച്ചേരിമുക്ക് എന്നിവിടങ്ങളിൽ ദേശീയപാത പണിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് പൊട്ടി കുടിവെള്ളം മുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വാട്ടർ അതോറിറ്റിയും ദേശീയപാത അധികൃതരും ചേർന്ന് കുടിവെള്ളം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ എടുത്തുവരികയാണെന്നും മന്ത്രി അറിയിച്ചു. മാവേലിക്കര മണ്ഡലത്തിലെ TA കനാൽ വീതി കൂട്ടി വെള്ളമൊഴുക്ക് സുഗമമാക്കാനുള്ള പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. കായംകുളം മലയൻ കനാൽ, കൈപ്പുഴത്തോട് എന്നിവയിലെ തടസ്സങ്ങൾ നീക്കുന്ന പണികൾ മൈനർ ഇറിഗേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണെന്നും മന്ത്രി പറഞ്ഞു. ഹരിപ്പാട് മണ്ഡലത്തിൽ ചേപ്പാട്, കരുവാറ്റ, തോട്ടപ്പള്ളി ഭാഗങ്ങളിലെ വെള്ളക്കെട്ടുകൾ നീക്കും. പാണ്ടിപ്പാലം, ചെറുതനയിലെ പാലങ്ങൾ എന്നിവയുടെ അടിയിൽ അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്യും. കൈനഗിരി, ഇരമ്പനം പാടശേഖരത്തെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പാടശേഖരങ്ങളിലെ വെള്ളം പമ്പ് ചെയ്ത് നീക്കുന്നതിന് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ വൈദ്യുതി ബോർഡിന് മന്ത്രി നിർദ്ദേശം നൽകി. 142 പാടശേഖരങ്ങളുടെ ലേലം കഴിഞ്ഞതായും പമ്പിംഗ് തുടങ്ങിയതായും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പലയിടത്തും നിലം നികത്തിയത് മൂലമാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടതെന്ന പരാതി ലഭിച്ചിട്ടുണ്ട്. അനധികൃതമായി നിലം നികത്തൽ, തോട് നികത്തൽ എന്നിവയ്ക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉപയോഗത്തിനായി ബയോ ടോയ്ലറ്റുകൾ സജ്ജമാണ്. ക്യാമ്പിൽ നിന്നും ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഇത് വിതരണം ചെയ്യുമെന്നും മന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. അനധികൃത വഴിയോര കച്ചവടം അവസാനിപ്പിച്ച് അമ്പലപ്പുഴ വടക്കു പഞ്ചായത്ത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വടക്കുഭാഗത്ത് റോഡരികിൽ വർഷങ്ങളായി നടന്നുവന്ന വഴിയോര കച്ചവടമാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒഴിപ്പിച്ചത്. ഏറെ തിരക്കുള്ള ഈ റോഡിൽ 30ഓളം വഴിയോര കച്ചവടക്കാരാണ് ഉണ്ടായിരുന്നത്. ഇത് രൂക്ഷമായ ഗതാഗതക്കുരുക്കിനും സ്ഥിരം അപകടത്തിനും കാരണമായിരുന്നു. ഇതുമൂലം നാട്ടുകാരും യാത്രക്കാരും ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി ഏകകണ്ഠമായി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വഴിയോര കച്ചവടത്തിനെതിരെ നടപടി സ്വീകരിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് S ഹാരിസ് പറഞ്ഞു. മെഡിക്കൽ കോളേജ് വടക്ക് ഭാഗത്തായി റോഡിൻ്റെ ഇരുവശങ്ങളും ഒരു ഭാഗത്ത് വഴിയോര കച്ചവടക്കാരും മറുഭാഗത്ത് മറ്റ് കച്ചവട സ്ഥാപനക്കാരും എല്ലാം ചേർന്നുകൊണ്ട് റോഡിൽ വാഹന സഞ്ചാരം നല്ല രീതിയിൽ സുഗമമായി നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഇല്ല. അവരുടെ എല്ലാം ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് ഒഴിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി തന്നെ എല്ലായിടങ്ങളും പരമാവധി ക്ലീൻ ചെയ്യാൻ തന്നെ ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്തിരുന്നു. ഗവൺമെൻറ് നിർദ്ദേശപ്രകാരമുള്ള തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം കൂടിയ പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേനയെടുത്ത തീരുമാനമാണ് റോഡിൻ്റെ ഇരുവശത്തെയും കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചുകൊണ്ട് ഇനി ഇവിടെ വഴിയോര കച്ചവടം നടത്താതിരിക്കാൻ മുൻകരുതൽ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. JCB ഉപയോഗിച്ചാണ് അനധികൃത കടകൾ പൊളിച്ചു നീക്കിയത്. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മൈതാനം അവഗണനയുടെ ട്രാക്കിൽ. മൈതാനം ഉപയോഗയോഗ്യമാക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇവിടെ നിന്നും ഉയരുന്നത്. ചങ്ങനാശ്ശേരി നഗരസഭയുടെ 1-ാം വാർഡിലാണ് ഈ പരിതാപകരമായ അവസ്ഥ.
സ്കൂളിൽ നിന്നും ഏതാനും മീറ്റർ അകലെയാണ് മൈതാനം. സ്കൂളിൻ്റെ സമീപത്തെ 3 കുടുംബക്കാർ സൗജന്യമായി നൽകിയ 1 ഏക്കർ 35 സെന്റ് സ്ഥലമാണ് ഈ മൈതാനം. എന്നാൽ ഈ മൈതാനം സംരക്ഷിച്ചു പോരുന്നതിൽ സ്കൂൾ അധികൃതരും നഗരസഭാ അധികൃതരും തികഞ്ഞ അനാസ്ഥയാണ് പുലർത്തുന്നത്. 40 വർഷം മുൻപ് ഇവിടെ അടുത്തുള്ള കുടുംബക്കാർ, ഈ സ്കൂളിനെ സ്നേഹിക്കുന്നവർ, സ്കൂള് ഹൈസ്കൂളാകണമെന്ന് ആഗ്രഹിച്ചവർ, അവരുടെ സ്വന്തം നിലം 1.5 ഏക്കർ മുതൽ അതിനപ്പുറം നിലം കൊടുത്ത ഒരു ഭാഗമാണിപ്പോൾ കാണുന്നത്. ഇന്ന് ഇത് സ്കൂൾ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ ഗ്രൗണ്ട് സ്കൂളിലെ കുട്ടികൾ അധികം ഉപയോഗിക്കാറില്ല, സമീപവാസമുള്ള കുട്ടികൾ ഉപയോഗിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ചുറ്റുമതിലെന്ന് പറയുന്നത് നഗരസഭ ഉണ്ടാക്കി കൊടുത്തതായതുകൊണ്ട് ഇവിടുത്തെ നഗരസഭയുടെ അധികൃതർ അത് 2 മാസം 3 മാസം കൂടുമ്പോൾ കാട് വെട്ടി വൃത്തിയാക്കുന്നതിനപ്പുറം ഈ ഗ്രൗണ്ടിൻ്റെ ചുറ്റുമതിലുകൾ ഇന്ന് ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. ഏതാണ്ട് പടിഞ്ഞാറ് ഭാഗം കുറേ ഭാഗങ്ങളെല്ലാം വെള്ളം കെട്ടി നിന്ന് മതിലിടിഞ്ഞു പോയിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്തെ മതിലുകളെല്ലാം ആകാശത്തുമല്ല ഭൂമിയിലും അല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ദിവസവും കുട്ടികൾക്ക് വൈകുന്നേരം കളിക്കാൻ വരുമ്പോൾ ഞാനും എൻ്റെ സമീപവാസികളെല്ലാം തന്നെ ഈ കുട്ടികളെ അവിടെ നിരുത്സാഹപ്പെടുന്നുണ്ട്. കാരണം അപകടം പതിയിരിക്കുന്നു, ഒരു മരത്തിൽ മതിൽ ചാരിയിരിക്കുകയാണ്. ഈ മതിൽ ഒന്നുകിൽ നിലം പൊത്തും, അതിനിപ്പുറം അപകടം ഉണ്ടാകാതിരിക്കുവാനായി അധികൃതർ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ വിഷയം. 2, ഈ കാട് വൃത്തിയാക്കുകയും അതോടൊപ്പം തന്നെ സമീപത്തുള്ള ആൾക്കാർക്ക് രാവിലെ ഒരു വ്യായാമത്തിന് നടക്കുക എന്നുള്ള സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കണം. മൈതാനത്തിൻ്റെ ചുറ്റുമതിലിൻ്റെ ചില ഭാഗങ്ങൾ തകർന്ന നിലയിലാണ്. മതിലിൻ്റെ മറ്റു ഭാഗങ്ങളാകട്ടെ ഏതു സമയത്തും നിലം പൊത്താവുന്ന സ്ഥിതിയിലുമാണ്. മൈതാനം കാട് കയറിയ നിലയിലായിട്ടുണ്ട്. ഇടയ്ക്കിടെ മാലിന്യ കൂമ്പാരങ്ങളും കാണാം. ഇഴജന്തുക്കളുടെ സാന്നിധ്യവുമുണ്ട് ഇവിടെ. ഇതൊക്കെ മറികടന്നു വേണം സ്കൂൾ കുട്ടികൾക്ക് ഗ്രൗണ്ടിലെത്താൻ. ഇത് കഴിയാതെ വരുന്നതുകൊണ്ട് സ്കൂൾ കുട്ടികൾ മൈതാനത്തേക്ക് വരാതെയായി. സമീപത്തുള്ള ഏതാനും കുട്ടികൾ മാത്രമാണ് ഇവിടെ കളിക്കാനെത്തുന്നത്. മഴ പെയ്യുമ്പോൾ പൊക്കപ്രദേശത്തു നിന്നും വെള്ളം കുത്തിയൊഴുകി മൈതാനം ചെളിക്കുളമായി മാറും. വെള്ളം കെട്ടിനിന്നും ചുറ്റുമതിലിന് തകരാർ സംഭവിക്കുന്നുണ്ട്. ചില ഭാഗത്ത് മതിൽ ചെരിഞ്ഞ് മരത്തിൽ തട്ടി നിൽക്കുന്നതും കാണാം. മൈതാനത്തിന് സമീപമുള്ള റോഡിലൂടെയും യാത്ര ദുഷ്കരമാണ്. ഈ ഭാഗത്ത് ഓടയോ ഡ്രെയിനേജ് സംവിധാനമോ നിർമ്മിച്ചാൽ മാത്രമേ വഴിയും സഞ്ചാരയോഗ്യമാവുകയുള്ളൂ. ഇതേ രീതിയിൽ ഇങ്ങനെ കിടക്കുന്ന കാരണം എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ? പിള്ളേർക്കാണേലും നാട്ടുകാർക്കാണേലും ഈ വഴിയാണെങ്കിലും ഒന്നും ശരിയല്ല. ഈ വഴി അടക്കാൻ പോലും പേടി. കാരണം മുഴുവൻ പാമ്പുകളും ആര്യമീര്യങ്ങളൊക്കെ ആയിട്ട് അതങ്ങനെ ഒരു സൈഡിൽ നടക്കുകയാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ എവിടെയോ ഏതോ വാർഡിൽ ഈ കാർബൺ മിക്സിങ് ഉണ്ടായിരുന്നു. അത് ഗ്രൗണ്ടിലേക്ക് കിട്ടുമെന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് പോലും ചെയ്യാതെ എൻ്റെ അടുക്കള ഭാഗം കൊണ്ടിട്ടാണ് ചെയ്തത്. ആ പൊടി മുഴുവനകത്ത് കയറി എനിക്കെന്താ ഇൻഫെക്ഷനുള്ള ആൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഗുണം പോലും ആക്കില്ല. ഇതിനെ കൂടുതൽ ഉപദ്രവമല്ലാതെ. യാതൊരു മുടക്കുമുതലുമില്ലാതെ സ്കൂളിന് സൗജന്യമായി ലഭിച്ച സ്ഥലം വിദ്യാർത്ഥികളുടെ കായിക ഭാവിക്കായി ഉപയോഗിക്കാമെന്നിരിക്കെ അതിനുള്ള നടപടികൾ അധികൃതർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് കായിക പ്രേമികളും പ്രദേശവാസികളും ഉന്നയിക്കുന്നത്. കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് അസോസിയേഷൻ CI2വിന്റെ നേതൃത്വത്തിൽ വിരമിച്ച ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. അമ്പലപ്പുഴ പറവൂർ കൺസ്യൂമർ ഫെഡ് റീജിയണൽ ഓഫീസിന് സമീപം നടത്തിയ പരിപാടി H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നല്ല കൈകളുണ്ട്. അല്ലെങ്കിൽ എന്തായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്ന അവസ്ഥ, എന്തായിരുന്നു ടോട്ടൽ ആ സ്ഥാപനത്തിന്റെ സ്ഥിതി എന്തായിരുന്നു, അല്ലെങ്കിൽ ആ സ്ഥാപനം ജോലിയെടുത്ത ജീവനക്കാർ ഇതിന് പോകുന്ന ആളുകൾ എടുത്താൽ അവിടെ ആകെയുള്ള ഒരു സർവീസ് കാലം എടുത്താൽ അതിൻ്റെ ആദ്യത്തെ ഒരു വലിയ കാലം എടുത്താൽ വളരെ വളരെ തുച്ഛമായ വരുമാനത്തിൽ മാത്രമേ ജോലി എടുക്കുന്നതായിരിക്കും. അത് ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ ഒരു അത്ര കാര്യമായ ഒരു നിലയല്ലാത്ത സ്ഥിതിയിലും ഈ സ്ഥാപനത്തിന്റെ കൂടെ നിന്ന് ജോലിയെടുത്ത് ജീവിച്ചവരാണ്. അപ്പൊ അവർക്കെല്ലാം നിശ്ചയമായിട്ട് പിരിഞ്ഞു പോകുന്നവർക്കെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഒരു നല്ല അനുഭവം ഈ കാര്യത്തിലുണ്ട്. ആ അനുഭവം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഏതെല്ലാം സാഹചര്യം മാറി വരുമ്പോഴും തൊഴിലാളി വിഭാഗത്തിന് വേണ്ടിയുള്ള ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചു വരുമ്പോൾ അടിയുറച്ചു നിൽക്കാൻ നമുക്കാവുന്നത് ഈ അനുഭവജ്ഞാനം കൂടി ഉള്ളതിന്റെ ഭാഗമായിട്ടാണ്. വർത്തമാനത്തിൽ കേട്ടതല്ല, ജീവിതത്തെ അനുഭവിച്ചതാണ് അത്തരം അനുഭവങ്ങളിലൂടെ അങ്ങനെയെല്ലാം അവർക്കെല്ലാം നിൽക്കാൻ നിശ്ചയമായിട്ട് കഴിയുന്നത്. B. ശശികുമാർ, C. മണി, CK ശോഭ, ശ്രീദേവി അമ്മ, സൂസമ്മ, സരസ്വതി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് S. സുരേഷിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഇതേ ചടങ്ങിൽ ആദരിച്ചു. കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ A. ഓമനക്കുട്ടൻ, അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കുരുവിള C. മാത്യു, സംസ്ഥാന കമ്മിറ്റി അംഗം K. മിനിമോൾ, CI2 ഏരിയ പ്രസിഡന്റ് BK ബൈജു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി C. ജയശ്രീ, റീജിയണൽ മാനേജർ P. സുനിൽ എന്നിവർ സംസാരിച്ചു.
രാമങ്കരി പഞ്ചായത്ത് 8-ാം വാർഡിൽ ഊരിക്കരിയിൽ ശ്രീകൃഷ്ണവിലാസത്തിൽ വിജയകുമാറിന്റെ വീട് മരം വീണ് തകർന്നു. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. വീടിന്റെ സമീപത്ത് നിന്ന വലിയ മാവാണ് വീടിന്റെ മുകളിലേക്ക് പതിച്ചത്. കാറ്റിലും മഴയിലും പെട്ട് മാവ് ചുവടോടെ പിഴുത് മറിയുകയായിരുന്നു. മരം വീണ് അടുക്കളയും ഒരു മുറിയും പൂർണ്ണമായും തകർന്നു. വിജയകുമാറും ഭാര്യയുമാണ് വീട്ടിൽ താമസിക്കുന്നത്. മരം വീണ സമയത്ത് അടുക്കളയിലും തകർന്നു വീണ മുറിയിലും ഇവർ ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി എന്ന് പറയാം. എൻ്റെ വീടിൻ്റെ പുറത്തോട്ട് ഇന്നലെ രാത്രി 10 മണിക്ക് മാവ് വീണ് എൻ്റെ അടുക്കള ഭാഗവും ഒരു മുറിയും പൂർണ്ണമായി നശിച്ചിരിക്കുന്നു. വിഷയംകാരെ കൊണ്ടുവന്ന് അത് വെട്ടി രാവിലെ മുതൽ മാറ്റിക്കൊണ്ട് ഇരിക്കുകയാണ്. ഏകദേശം 2.5 ലക്ഷം രൂപയ്ക്ക് മേളിൽ എനിക്ക് നഷ്ടം വന്നിട്ടിരിക്കുന്നു. ഇത് വീഴുമ്പോൾ ആരൊക്കെ വീട്ടിലുണ്ടായിരുന്നു? ഞാനും എൻ്റെ വൈഫും മാത്രമേ ഈ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അവിടുന്ന് മാറി 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ സംഭവം ഉണ്ടായത്. അതിൽ 2 പേർക്കും മരണം സംഭവിച്ചേനെ. അടുക്കളയും ഒരു മുറിയും തകർന്നതിനാൽ ഏകദേശം 2.5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ശനിയാഴ്ച രാവിലെ മുതൽ ജോലിക്കാരെ നിർത്തി മരം വെട്ടിമാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അസമിലെ ഗുവാഹട്ടിയിൽ നടന്ന 8ാമത് കുംഫു യോഗ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി അഭിമാന നേട്ടം കൈവരിച്ച താരങ്ങളെ കാവാലത്ത് നടന്ന ചടങ്ങിൽ ആദരിച്ചു. പേരൻസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണ പരിപാടികൾ. മെയ് 25, 26 തീയതികളിലായിരുന്നു കുംഫു യോഗ നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടന്നത്. കേരളത്തിന് വേണ്ടി 24 സ്വർണ്ണ മെഡലും അതോടൊപ്പം വെള്ളിയും വെങ്കലവുമാണ് നാടിന്റെ അഭിമാന താരങ്ങൾ സ്വന്തമാക്കിയത്. ഇതിൽ കാവാലം നീലമ്പേരൂർ പഞ്ചായത്തിലെ താരങ്ങൾക്കായി കാവാലത്ത് ഉജ്ജ്വല സ്വീകരണമാണ് ഒരുക്കിയത്. കരിയൂർ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്ര ഓഡിറ്റോറിയത്തിലായിരുന്നു അനുമോദന യോഗം. കായിക താരങ്ങളെ കൈനടി ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായിട്ടായിരുന്നു സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചത്. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ വേണുഗോപാൽ ഭദ്രദീപം തെളിയിച്ച് യോഗം ഉദ്ഘാടനം ചെയ്തു. ആസാമിലെ ഗുവാഹട്ടിയിൽ വെച്ച് നടന്ന കുംഫുവിലും അതുപോലെ യോഗയിലും അതിന്റെ മത്സരത്തിൽ പങ്കാളികളാകുവാനും ആ മത്സരത്തിൽ പങ്കെടുത്ത 33 ആളുകളിൽ 24 ആളുകൾ നമ്മുടെ കുട്ടനാട്ടിൽ നിന്നും ഈ വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ളവർ എന്നതും അതിലെല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിജയശ്രീലാളിതരായി ഇവിടെ എത്താൻ കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനകരമാണ്. ആ അഭിമാനകരമായ വിജയം നേടാൻ അതിന് പിന്നിൽ പ്രവർത്തിച്ച മാഷിന് ഒട്ടേറെ പ്രതിബന്ധങ്ങളും അല്ലെങ്കിൽ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളെ അതിനനുസരിച്ച് പ്രവൃത്തി അല്ലെങ്കിൽ അതിനാവശ്യമായ പരിശീലനം നൽകാനും ആ പരിശീലനം ചിട്ടപ്പെടുത്താനും അങ്ങനെ പരിശീലനം അതിന്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനും അച്ചടക്കത്തോടും ചിട്ടയോടും കൂടി ആ പരിശീലനം നടത്തി നടന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ആത്മസംതൃപ്തിയോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി ആത്മധൈര്യത്തോടുകൂടി ഒരു മത്സരത്തെ പ്രതികരിക്കാനും ആ മത്സരത്തിൽ വിജയം കണ്ടെത്താനും കഴിഞ്ഞിട്ടുള്ളത്. യോഗത്തിൽ പേരൻസ് കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ മനുകുമാർ അധ്യക്ഷനായിരുന്നു. നീലമ്പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ തങ്കച്ചൻ, കൈനടി പോലീസ് സബ് ഇൻസ്പെക്ടർ അജയകുമാർ, സംഘാടകരായ പി ടി വസുദേവക്കുറുപ്പ്, വി ശിവദാസ് ആതിര, വി പി സന്തോഷ്, അനിൽ ചെറുകര, ശ്രീജ മധു, ഡോക്ടർ ദിവ്യചന്ദ്രൻ, താര മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. കായിക താരങ്ങളെ സ്വർണ്ണക്കുതിപ്പിലേക്ക് നയിച്ച പരിശീലകരെയും ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടം. ചങ്ങനാശ്ശേരി പുഴവാത് സുന്ദർ ഭവനിൽ ലക്ഷ്മണന്റെ വീടിനാണ് വെള്ളിയാഴ്ച രാത്രി 8:30 ഉണ്ടായ ഇടിമിന്നലിൽ കനത്ത നാശനഷ്ടമുണ്ടായത്. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ വീടിന്റെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസിന്റെ ഭാഗത്തെ ഭിത്തി അടർന്നു മാറി. ടൈലുകളും പൊട്ടിത്തെറിച്ചു. വയറിങ്ങും മീറ്റർ ബോക്സുകളും കത്തി നശിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവം നടക്കുമ്പോൾ ലക്ഷ്മണനും ഭാര്യ സാവിത്രിയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ താഴെ മുറിയിലായിരുന്നതിനാൽ അപകടമുണ്ടായില്ല. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ എല്ലായിടത്തും തീ പോലെ എല്ലാം ഇങ്ങോട്ട് പറന്നു വരുമായിരുന്നു. ഇതിൻ്റെ അതും പിന്നെ മോട്ടറും എല്ലാത്തിൻ്റെ സ്വിച്ച് ബോർഡും എല്ലാം. അപ്പോൾ വെളിയിലെത്തപ്പോഴത്തേക്കും ഒക്കെ അങ്ങ് പറന്നു പോയി. പിന്നെ മേളിൽ കയറിയപ്പോഴത്തേക്കാണ് മേളിലെ ഈ കുഴപ്പം കൂടെ കാണുന്നത്. ഞാനകത്ത് മുറിയിൽ തന്നെയാണ് ഇരിക്കുന്നത്, ഞാൻ പുറത്തിറങ്ങാറില്ല. അപ്പോൾ ഇവള് ഫോൺ അവിടെ കൊണ്ടുവരാൻ നേരം ഈ 8:30 മണിക്ക് ഈ സംഭവം ഉണ്ടാവുന്നത്. അപ്പോഴത്തേക്ക് പുറത്ത് വന്ന് കഴിഞ്ഞപ്പോൾ അവൾ ഇവിടെ വാതിക്ക് വന്നപ്പോഴത്തെ തീ ഇങ്ങനെ പാറുന്നു. ഭയങ്കര സൗണ്ടായിരുന്നു. സൗണ്ടെന്ന് വെച്ചാൽ സഹിക്കാനൊക്കാത്ത സൗണ്ടായിരുന്നു.
ഞാനിവിടെ ജനലിന്റെ ഇതും കഥവും എല്ലാം പൊട്ടി തകർന്ന അലമാരിയുടെ പിച്ചളയുടെ എല്ലാം തെറിച്ച് ഒരു ഗോളം പോലെ ഒരു തീക്കട്ട ഇങ്ങോട്ട് താഴോട്ട് വരുന്ന ഞാൻ കണ്ടത്. ശബ്ദം കേട്ട് സമീപവാസികൾ വീട്ടിലേക്ക് ഓടിയെത്തി. KSEB അധികൃതരും പിന്നീട് സ്ഥലത്തെത്തി. നാശനഷ്ടമുണ്ടായ വയറിംഗ് സംവിധാനം ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷമേ ഇലക്ട്രിക് സാമഗ്രികൾ നശിച്ചോ എന്നറിയാൻ സാധിക്കുകയുള്ളൂ. സമീപത്തെ വീട്ടിലെ ഫാനുകളും ഇടിമിന്നലിൽ കത്തി നശിച്ചു. ചങ്ങനാശ്ശേരി പുതൂർപ്പള്ളി മുസ്ലിം ജമായത്തിന്റെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് ഈവനിംഗ് സംഘടിപ്പിച്ചു. SB കോളേജ് പ്രിൻസിപ്പൽ ഫാദർ റെജി പ്ലാത്തോട്ടം പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് വിവിധ മേഖലകളിൽ വിജയങ്ങൾ നേടുമ്പോൾ അത് നാടിനും സമൂഹത്തിനും ഗുണകരമായി തീരുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഫാദർ റെജി പ്ലാത്തോട്ടം പറഞ്ഞു. ആദ്യം നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ടാണ് നമ്മുടെ അധ്യക്ഷൻ പ്രധാനമായും പറഞ്ഞത്. നമ്മുടെയൊക്കെ മുൻപിൽ ഒത്തിരിയേറെ അവസരങ്ങൾ. ഈ അവസരങ്ങളെ ഏറ്റവും ഫലപ്രദമായി ഏറ്റവും ബുദ്ധിപൂർവമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ജീവിത വിജയത്തിന് ഏറ്റവും അടിസ്ഥാനമായി നിൽക്കുന്നത്. ഏറ്റവും ഫലപ്രദമായി ഏറ്റവും ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കഥകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഞാനത് അവസാനിപ്പിച്ചു കൊള്ളാം. ഒന്നാമത്തെ കഥ എന്ന് പറയുന്നത് നിങ്ങളുടെ പുസ്തകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ദൈവത്തിന്റെ റോൾസ് റോയ്സ്. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ പുസ്തകം? അവതരിപ്പിക്കാനായിട്ടാണ് ഏറ്റവും ആദ്യം ഷൈലോക്ക അവിടെ അദ്ദേഹം അവതരിപ്പിച്ചത്. ഷൈലോക്കിനെ അവതരിപ്പിക്കാനായിട്ടാണ് അദ്ദേഹം വേദിയിൽ ആദ്യമായിട്ട് കയറുന്നത്. അവിടെ നിന്നാണ് പറയുന്നത് നാടൻപുഴുങ്ങിയായ ആ അബ്ദുൽ ഖാദർ കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവനല്ല ലോകം അറിയപ്പെടുന്ന, ലോകം ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച ആളാണ് ഫേമസ്. ലോകം അറിയപ്പെടുന്ന ഒരു വലിയ കലാകാരനായി വളർന്ന് ഉയർന്നത് എന്ന് നമ്മൾ അറിയണം. യോഗത്തിൽ ജമായത്ത് പ്രസിഡന്റ് PS മുഹമ്മദ് ബഷീർ അധ്യക്ഷനായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് കാർഡിയോളജി മുൻ മേധാവി ഡോക്ടർ S അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പുതൂർപ്പള്ളി ചീഫ് ഇമാം ഡോക്ടർ അർഷദ് ഫലാഹി അനുഗ്രഹ പ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ ഉഷ മുഹമ്മദ് ഷാജി, ജമായത്ത് വൈസ് പ്രസിഡന്റ് MS നൌഷാദ്, ജോയിന്റ് സെക്രട്ടറി KA ഷമീർ, ട്രഷറർ PA ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. കമ്മിറ്റി അംഗങ്ങളായ റഷീദ് ആരമല, അബ്ദുൽ നാസർ, സിദ്ദിഖ് മണിയംകുളം, മുഹമ്മദ് നാസർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഈ വർഷം SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ 50ഓളം വിദ്യാർത്ഥികൾക്കും MBBS LLB പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും BSc ഫാമിലി സയൻസിന് 1ാം റാങ്ക് നേടിയ ആമിന അൻസാരിക്കും BComന് MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും 4ാം റാങ്ക് നേടിയ ഫിസ ഫാത്തിമയ്ക്കും ക്യാഷ് അവാർഡും മെമന്റോയും ചടങ്ങിൽ വിതരണം ചെയ്തു. കൊല്ലം മജീഷ്യൻസ് അസോസിയേഷന്റെ ഈ വർഷത്തെ ഇന്ദ്രജാല പുരസ്കാരം മാന്ത്രികൻ വിൽസൺ ചമ്പക്കുളത്തിന് ലഭിച്ചു. കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ് പുരസ്കാരം കൈമാറി. കഴിഞ്ഞ 25 വർഷമായി മാജിക് അവതരിപ്പിച്ച് ശ്രദ്ധേയനായ വിൽസൺ ഗിന്നസ് റെക്കോർഡ് ജേതാവും അർജുന അവാർഡ് ജേതാവുമാണ്. വ്യത്യസ്ത അവതരണത്തിലൂടെ ഇന്ത്യക്കകത്തും പുറത്തും അനേകം വേദികളിൽ ഇന്ദ്രജാലം സൃഷ്ടിച്ച് പ്രതിഭ തെളിയിച്ചത് കണക്കിലെടുത്താണ് KMA പുരസ്കാരം വിൽസണ് നൽകിയത്. പ്രണബ് മുഖർജി ഇന്ത്യൻ പ്രസിഡന്റായിരുന്നപ്പോൾ രാഷ്ട്രപതി ഭവനിൽ മാജിക് അവതരിപ്പിച്ചും ചമ്പക്കുളം പുല്ലങ്കടി സ്വദേശിയായ വിൽസൺ ശ്രദ്ധേയനായിട്ടുണ്ട്. കേരളത്തിലെ മജീഷ്യന്മാരുടെ സംഘടനയായ മാജിക്കൽ റിയലിസത്തിന്റെ പ്രസിഡന്റായ ഇദ്ദേഹം മാന്ത്രികരുടെ കൺവെൻഷനുകളിൽ നിരവധി തവണ ക്ലാസുകൾ നയിച്ചിട്ടുണ്ട്. പ്രശസ്ത മജീഷ്യനായ മനു മങ്കൊമ്പിന്റെ ശിഷ്യനാണ് വിൽസൺ ചമ്പക്കുളം. അവധിക്കാലം കഴിയുന്നു. കുട്ടികൾ സ്കൂളുകളിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം. വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ നിരവധി പരിപാടികളാണ് സ്കൂൾ അധികൃതർ ഒരുക്കുന്നത്. പുന്നപ്പറ ബീച്ച് LP സ്കൂളിലെ കാഴ്ചകളിലേക്ക്. 2 മാസം ആർത്തുല്ലസിച്ച മധ്യവേനൽ അവധിക്കാലം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അവധിക്കാലത്തിന് ശേഷം അക്ഷരമധുരം നുകരാൻ വിദ്യാലയത്തിലെത്തുന്ന വിദ്യാർത്ഥികളെ വരവേൽക്കുന്നതിന് സ്കൂൾ അധികൃതർ നിരവധി പരിപാടികളാണ് ആവിഷ്കരിക്കുന്നത്. ആലപ്പുഴ സബ് ജില്ലയിൽപ്പെട്ട പുന്നപ്പറ ബീച്ച് LP സ്കൂളിലെ വിദ്യാർത്ഥികളെ ആകർഷിക്കാനായി നിരവധി ചിത്രങ്ങൾക്കൊപ്പം ട്രെയിനും സജ്ജമാക്കിയിട്ടുണ്ട്. നമ്മുടെ സ്കൂള് ഈ 2024-25 അധ്യയന വർഷത്തിലേക്ക് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ വരവേൽക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. നമ്മൾ ഏറ്റവും നന്നായിട്ട് നമ്മുടെ സബ് ജില്ലയിൽ ഏറ്റവും നന്നായിട്ട് മെച്ചമായിട്ട് നമ്മുടെ സ്കൂൾ വരണം എന്ന് ആഗ്രഹിച്ചാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വളരെ കളർഫുള്ളായിട്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല 2023-24 നമ്മുടെ വൺ ടേബിൾ പദ്ധതി ഏത് സ്കൂളിൽ നടപ്പിലാക്കിയ കേരളത്തിലെ ഏക സ്കൂളാണ് നമ്മുടെ സ്കൂള്. എന്തായാലും ഗവൺമെൻറ്റിൻ്റെ പൊതു വിദ്യാഭ്യാസ നയത്തെ അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നതിന് ഞങ്ങളും പോകുന്നത് ഏത് സ്കൂളായതുകൊണ്ട് നമുക്ക് കിട്ടേണ്ട ചില ആനുകൂല്യങ്ങൾ കിട്ടാതെ പോകുന്നു. അതും കൂടെ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ്.
51 നമ്പർ AKDS കരയോഗത്തിന് കീഴിലുള്ള ഈ സ്കൂളിലെ ഭിത്തികളിൽ 1-2 ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങളിലെ കഥാപാത്രങ്ങളെ വരച്ചത് ചിത്രകാരനായ പുന്നപ്ര സ്വദേശി ഗോപീന്ദ്രനാണ്. ഒരു മാസം മുൻപാണ് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി ഈ പൊതുവിദ്യാലയം മോടി പിടിപ്പിക്കാൻ തുടങ്ങിയത്. പരിസ്ഥിതി സന്ദേശം നൽകുന്നതുൾപ്പെടെ നിറപ്പകിട്ടാർന്ന നിരവധി ചിത്രങ്ങളാണ് ഇവിടെ എത്തുന്ന കുരുന്നുകളെ കാത്തിരിക്കുന്നത്. പക്ഷികളും മൃഗങ്ങളും ഒപ്പം അവധിക്കാലം പട്ടം പറത്തി ആഘോഷിച്ച കാലവും മഴയിൽ കുടയും ചൂടി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുടെ ചിത്രവുമൊക്കെ ഭിത്തികളിൽ വരച്ചിട്ടുണ്ട്. 2 വർഷം മുൻപ് സ്കൂളിന്റെ പ്രധാന കെട്ടിടത്തിൽ ഏറെ മനോഹരമായി തീവണ്ടിയുടെ ചിത്രം വരച്ചിരുന്നു. ഇത്തവണ ഈ ചിത്രം കൂടുതൽ മോടി പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 1 ടേബിൾ 1 ചെയർ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനത്തെ ആദ്യ എയ്ഡഡ് വിദ്യാലയമെന്ന നേട്ടവും ഈ വിദ്യാലയത്തിനാണുള്ളത്. മന്ത്രി സജി ചെറിയാനായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രഥമാധ്യാപിക ശ്രീജ, സ്കൂൾ മാനേജർ D അഖിലാനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിൽ അധ്യാപകരും PTA-യും കുരുന്നുകളെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ്. നമ്മുടെ സ്കൂള് BJP സ്കൂൾ പുന്നപ്രയാണ്. നമുക്ക് 1979 ഉണ്ടായ സ്കൂളാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സ്കൂളിലുണ്ടായിട്ടുണ്ട്. എങ്കിലും നമ്മുടെ സ്കൂളിന് ആദ്യമായാണ് എയ്ഡഡ് സ്കൂളിൻ്റെ ആദ്യം എന്നുള്ളതിൽ 1 ചെയർ 1 ടേബിൾ നമ്മുടെ സ്കൂളിലാണ് ആദ്യം വന്നത്. നമ്മുടെ സ്കൂളിൻ്റെ പുതിയ കുട്ടികളെ വരവേൽക്കുന്നതിന് വേണ്ടി ധാരാളം അലങ്കാരപ്പണികൾ നമ്മുടെ സ്കൂളിൽ ക്ലാസ് റൂമിലും സ്കൂളിൻ്റെ ഭിത്തികളിലെല്ലാം കാണാൻ കഴിയും. ധാരാളം ചെയ്തിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രവേശനോത്സവത്തിന് ഞങ്ങളുടെ കുട്ടികളെ സന്തോഷപൂർവ്വം ഇതിലേക്കാൻ ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രീ പ്രൈമറി വിഭാഗം മുതൽ 4ാം ക്ലാസ് വരെ 200ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6635 രൂപ, പവന് 53,080 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.